ഹലോ ഗായ്സ്, രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെമ്മീൻ അച്ചാറാണ്. ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നുമില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് 2 കിലോ ചെമ്മീനുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞെക്കി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് കുക്കറിലിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ അനുവദിച്ചു. തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇതുപോലെ അത് വറ്റി വരുമ്പോൾ നമുക്ക് 2-3 വിസിൽ വരുത്തി ചെമ്മീൻ വേവിച്ചെടുക്കണം. ബാക്കിയുള്ള വെള്ളം കൂടെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി 100 ഗ്രാം വീതം ചതച്ച് വെച്ചത്, പിന്നെ ഒരു 10-15 പച്ചമുളകും കൂടിയാണ്. നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ നമുക്ക് നല്ലെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എണ്ണയിൽ വറുത്തെടുക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് അതേ ചട്ടിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വരുമ്പോൾ പച്ചമുളക് ഇട്ട് ഇളക്കി വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞ് കിട്ടണം. അതിനാണ് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചത്. എന്നിട്ട് 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. 1.5 സ്പൂണ് സാദാ മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചാലേ ഇതിലത്തെ വെള്ളമെല്ലാം വലിഞ്ഞ് പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് 1 കപ്പ് വിനാഗിരി ചേർക്കണം. 1 കപ്പിൽ കുറച്ചും കൂടെ കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്, ഇച്ചിരി അധികം ഉണ്ട് അതുകൊണ്ട്. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് പുളിയൊക്കെ നമ്മളുടെ ചെമ്മീനിൽ പിടിച്ച് കഴിയുമ്പോൾ വറ്റി വരുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്താറുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുവരെ ബൈ.